എന്ന് പറഞ്ഞ ഒറ്റൊരു ഡയലോഗിൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഒരു വ്യക്തിയാണ് നസ്ലിൻ. അതുമാത്രമല്ല ഹോം, 18+, കുരുത്തി, അതുപോലെയുള്ള പല സിനിമകളിൽ വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഹാർട്ട് ക്യാപ്ചർ ചെയ്തൊരു വ്യക്തിയാണ് നസ്ലിൻ. നസ്ലിൻ ഇതിനു മുമ്പും STC കോളേജിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും PR കൂടെ ഓർഗനൈസ് ചെയ്ത ഫിലിം ക്ലബ് ഇനോഗ്രേഷന് നസ്ലിൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നസ്ലിൻ വീണ്ടും ഈ വേദിയിൽ വന്നിട്ട് എന്താണ് നമ്മളോട് പറയാനുള്ളത്? ഐ എം ഷുവർ വി ആർ ഓൾ ഈഗർ ടു ഹിയർ ഫ്രം യു. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഈ സ്നേഹമാണ് എന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അല്ല, സത്യമായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ 18+ന്റെ പ്രൊമോഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു നിങ്ങളെല്ലാവരും. എനിക്ക് എന്നോടൊപ്പം സെന്റ് ട്രീസാസ് കോളേജ് പ്രൊമോഷനിലുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. നിങ്ങളൊന്നുകൂടി കാണാൻ സാധിച്ചതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു ഓൾ. ഇവിടെ എല്ലാവരും ഇത്രയും പേര് ഞങ്ങളെ കാണാൻ എത്തിയതിൽ താങ്ക് യു. Thank you so much. അടുത്തതായി we have the lady of the hour. Yes, സോനാരെ. സൂപ്പർ ഷോയിലെ സോനാരാണ്. ആ ഒരൊറ്റ സിനിമ കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ നമ്മുടെ സ്വന്തം, എവിടെയോ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ നമ്മുടെ കൊച്ചു പെങ്ങളെ പോലെ നമ്മുടെ സ്വന്തം മമിത ബൈജു. സത്യം പറഞ്ഞാൽ മമിത ബൈജുവിനെ കാണുമ്പോൾ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ നമ്മുടെ അമ്മു ജേക്കബ് പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വന്നത്. എന്നാ ക്യൂട്ടാണ് ഈ കൊച്ച്. അപ്പൊ ക്യൂട്ട് കൊച്ചിന് എന്താണ് നമ്മളോട് പറയാനുള്ളത്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് സെന്റ് തെരേസാസിൽ. സാരില്ലെന്നോ? ഞാൻ കോളേജിൽ ചേരാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പം 2 കോളേജായിരുന്നു എനിക്ക് ഓപ്ഷനായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് SHും പിന്നെ ഒന്ന് സെന്റ് ട്രീസാസും ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ പിള്ളേർക്ക് അവിടെ നിന്ന് വന്നുകൊണ്ട് എനിക്ക് അവിടേക്ക് തന്നെ പോകേണ്ടി വന്നു. എനിവേ, ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതും നിങ്ങളെ ഇത്രയും സുന്ദരികളെ ഒരുമിച്ച് കാണാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷം. ഞാൻ കുറേ സെന്റ് ട്രീസാസിനെ പറ്റി കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഇവിടുത്തെ പെൺപിള്ളേർ അടിപൊളിയാണ്. മറ്റേ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പട്ടിന്ന് ചോദിക്കുന്നത് പെൺപിള്ളേരൊന്നും കേട്ടിട്ടുണ്ട്. അടിപൊളി. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ ഓരോ വൈബും ഒക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടും. കാരണം ഞാൻ 3rd ഇയറിൽ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ വിഷമമുണ്ട്. പക്ഷെ നിങ്ങളെയൊക്കെ ഓരോരുത്തരെയും കാണുമ്പോൾ ഞാനത് ആ മൊമെന്റ്സ് ഒക്കെ റിലീവ് ചെയ്യുവാണ് ഇപ്പം. താങ്ക് യു സോ മച്ച് ഫോർ ദ വാം വെൽക്കമിങ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് മമിത. നമുക്ക് അടുത്തതായി പൊന്മുട്ട മീഡിയയിലൂടെ കുറേ ഫാസിനേറ്റിംഗ് ക്യാരക്ടേഴ്സ് ചെയ്ത ശ്യാം മോഹൻ സാർ നമ്മുടെ കൂടെയുണ്ട്. അതിൽ എനിക്ക് എടുത്തു പറയാനൊരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് നൈറ്റ് കോൾ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. അതിലെ താങ്കളുടെ പെർഫോമൻസ്, ഓ മൈ ഗോഡ്, ഹാറ്റ്സ് ഓഫ് ടു യു സർ ഫോർ ദാറ്റ്. സോ ആദ്യമായിട്ട് STCയിൽ വന്നിട്ട് ഈ പ്രേമലു മൂവിയിൽ നമുക്ക് ആദ്യമായിട്ടാണ് സാറിനെ കാണാൻ സാധിക്കുന്നത്. സോ എന്താണ് പറയാനുള്ളത് STCയിൽ വന്നിട്ട്? താങ്ക് യു. എനിക്ക് 2 പരാതിയുണ്ട്. എന്നെ എന്തിനാണ് സാറെന്ന് വിളിച്ചത്? ശ്യാമേട്ടാന്ന് വിളിച്ചാൽ പിന്നെ രണ്ടാമത്തെ പരാതി, ലൈറ്റ് അടിച്ചിട്ട് ആരുടെ മുഖം കാണാൻ പറ്റില്ല. ഇത്രയും സുന്ദരികളായിട്ടുള്ള കുട്ടികളോട് ഇരിക്കുമ്പോൾ അടിപൊളി. ഇപ്പൊ കാണാം. എവിടെ? വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഇങ്ങനൊരു വലിയ ക്യാരക്ടർ ചെയ്യുന്നത്. ട്രെയിലർ കണ്ടായിരുന്നു എല്ലാവരും? ഇന്നിവിടെ ട്രെയിലർ കാണിക്കുന്നുണ്ടോ അല്ലേ? എന്തായാലും കാണാം. അപ്പോൾ നാളെയാണ് റിലീസ്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പ്രൊമോഷൻ പരിപാടികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിന് പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തപ്പോഴാണ് നിങ്ങളുടെ കോളേജിലും നിങ്ങൾ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നത് ഒരു നഷ്ടമായില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. നല്ല കിടിലം വൈബ്, അടിപൊളി കോളേജ്. അപ്പോൾ എന്തായാലും നാളെ തിയേറ്ററിൽ പോയി തന്നെ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെയൊക്കെ ഫേവറേറ്റായ നസ്ലിൻ, മമിത ഉണ്ട്, സംഗീത് ഉണ്ട്, അഖില, ഞാനുണ്ട്. ഗിരീഷ് ഷെട്ടിയുടെ പടമാണ്. ഭാവന സ്റ്റുഡിയോസാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു വിജയുടെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. ഒരു റോം കോമാണ്. ഒരുപാട് തമാശയുണ്ട്, നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ നാളെ തന്നെ തിയേറ്ററിൽ കണ്ടിട്ട് ഞങ്ങളോട് പറയുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി പൂവൻ
മലയാളി മനസ്സുകൾ കവർന്ന് the very talented അഖില. Yes, welcome to STC. എന്താണ് പറയാനുള്ളത്? താങ്ക് യു. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾ എത്തിയത് കുറച്ച് നേരത്തെ ആയിരുന്നു. അപ്പോൾ ഞാനും ശ്യാമേട്ടനും കൂടെ അവിടെ കാറിലിരുന്ന് പറയായിരുന്നു, എല്ലാവരെയും കാണാൻ എന്തൊരു ഭംഗിയാണ്. എല്ലാവരും എന്താ പറയുക, വെറൈറ്റി ഡ്രസ്സസും, എല്ലാവരെയും കാണാൻ ഒടുക്കത്തെ ഭംഗി, ഒടുക്കത്തെ ഗ്ലാമറിനൊക്കെ. അപ്പോൾ ഞങ്ങളുടെ പടം നാളെയാണ് റിലീസ്, പ്രേമലു. ഒരുപാട് നല്ല എല്ലാവർക്കും നമ്മുടെ കോളേജിലെ നമ്മുടെ യൂത്തിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഗിരീഷ് ചേട്ടൻ്റെ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതുപോലെ സൂപ്പർ ശരണ്യ പോലെയുള്ള, അതുപോലെ നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, പ്രേമിക്കുന്നവർക്കും പ്രേമിക്കാത്തവർക്കും പ്രേമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയായിരിക്കും. അതിലുപരി ഭാവന സ്റ്റുഡിയോസാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഇന്നിവിടെ ഒരു പാട്ടിൻ്റെ ലോഞ്ചും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. താങ്ക് യു അഖില. സോ അടുത്തതായി നമ്മുടെ ഹൃദയം മൂവിയിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന സംഗീത് നമ്മുടെ കൂടെ ഇന്നുണ്ട്. സംഗീതിന് എന്താണ് പറയാനുള്ളത്? ഹലോ, എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സൗന്ദര്യത്തെ പറ്റി ഓൾറെഡി കുറേ പുകഴ്ത്തി കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഈ സൗന്ദര്യത്തിനുള്ളൊരു എക്സ്പീരിയൻസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ വീട് ചെറായിലാണ്, കോളേജൊക്കെ പഠിച്ചത് എറണാകുളം സൗത്തിലായിരുന്നു. അപ്പോൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചെറായി തുടങ്ങി ഇങ്ങോട്ട് എല്ലാ സ്റ്റോപ്പിലും ഒരുപാട് പെൺകുട്ടികളെ കാണും. പക്ഷേ സെൻറ്റ് തെരേസാസിൻ്റെ സ്റ്റോപ്പിലെ പെൺകുട്ടികൾക്ക് മാത്രം എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവാറുണ്ട്. അതിങ്ങനെ ഒരു വൈബ്രൻ്റ് ആയിട്ട് അവർ മാറി നിൽക്കും. ഇന്ന് ആ വൈബ്രൻസ് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും ആ എനർജി ആണെങ്കിലും നിങ്ങളുടെ ആ വൈബാണെങ്കിലും ഇപ്പോൾ നന്നായിട്ട് അടുത്തത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പടം നാളെയാണ് റിലീസ്. അല്ല, ഒരു 3-4 ദിവസമായിട്ട് ഡേറ്റും ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഒരു അബോധാവസ്ഥയിൽ പോവുകയാണ്. റിലീസിൻ്റെ തലേന്നുണ്ടാവുന്ന ഒരു ടെൻഷൻ. അപ്പോൾ കോളേജിലെ കുട്ടികൾക്ക് ഒരുമിച്ച് ഫ്രണ്ട്സായിട്ട് കാണാൻ പറ്റുന്ന പടമാണ് പ്രേമലു. കാരണം നമ്മളിതിന് മുമ്പ് പ്രേമമാണെങ്കിലും തട്ടത്തിൻ മറയത്താണെങ്കിലും തണ്ണീർമത്തനാണെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കൂടുതലും വരും. അപ്പോൾ അങ്ങനെയാണ് സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ളത്. അപ്പോൾ പ്രേമലു ബ്ലോക്ക് ബസ്റ്റർ ആക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇതുപോലെ ക്ലാസ്മേറ്റ്സ് ആയിട്ടും ഒരുമിച്ച് പോവുക, എൻജോയ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾ പ്രേമലുവിന്റെ ട്രെയിലർ കണ്ടായിരുന്നോ? യെസ്, ചിലവർ കണ്ടു, ചിലവർ കണ്ടില്ല. എന്നാലും let's take a look at the visual treat. അല്ല, ശ്യാമേട്ടൻ്റെ അടുത്താണ്. ശ്യാമേട്ടൻ്റെ പാരഡി പാട്ടുകളില്ലേ, കണക്ട് ചെയ്ത പാട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ വലിയ ഫാനാണ് ഞാൻ. സോ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടിയാൽ കൊള്ളായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മ്യൂസിക് കണക്റ്റഡ് ആയിട്ടുള്ള റീൽസ്, എന്താ പേരെന്താ? രഞ്ജിനി മോഹൻദാസ്. ഓക്കെ, രഞ്ജിനി പറഞ്ഞ പോലെ അങ്ങനത്തെ റീൽസ് ചെയ്യാറുണ്ട്. അപ്പം അതിലൊരു സംഭവം പാടാം. അത് ആക്ച്വലി ആ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ കാര്യങ്ങൾ കൂടെ വന്നാലേ കുറച്ചുകൂടെ രസം ഉണ്ടാവുള്ളൂ. സ്റ്റേജിൽ എത്രത്തോളം അത് വർക്കാവുമെന്ന് എനിക്കറിയില്ല. മഞ്ഞും മഞ്ചാടിപ്പൂ പൂക്കും ചിമിഴും പുള്ളിപ്പൂവാലി പൈക്കൾക്കൻ കൂറുമ്പും ഉള്ളും കുഞ്ഞാടിൻ കൂട്ടവും പൂവിനും പൊന്മാനും കുട്ടിക്കാലമോർക്കോ ഞാൻ കളിയോളം തൊട്ട് തുടഞ്ഞൊരു കുട്ടിക്കാലമോർത്തു ഞാൻ കുന്നോളം മാമ്പഴം മണ്ണാറ കണ്ണനുമായി പങ്കുവച്ചു പടുത്തെടുത്തതെല്ലാം നീ മറന്നുവോ? മധുരമാ നിമിഷം, മധുരമീ നിമിഷം, ഏതൊരിന്ദ്രജാലമിന്നു കളമിടും പ്രണയമായി. മാണിക്കത്തല്ല മിഞ്ഞുമെരിഞ്ഞേ മാമടിക്കൊട്ടാരം. ഇങ്ങനെ ഒരു പരിപാടിയാണ്. മാം, സ്റ്റുഡൻസിനെ സെൻഡ് ചെയ്യാം കുറച്ച് പേരെ. STC, come on, show your energy. Yeah. Very well. The stage is all yours. നസ്ലന്റെ കൂടെ ഒക്കെ ഡാൻസ് കളിക്കാൻ കിട്ടിയ ചാൻസ് ആണ്, മിസ്സാക്കല്ലേ. What?
പ്രേമലു മൂവിയിലെ സോങ് ആണിത്. Yes, thank you. That was fabulous. Very different song, right? നമുക്ക് എല്ലാവർക്കും വൈബ് ഒരുപോലെ പറ്റുന്ന ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ആൻഡ് യുണീക് സോങ്. സോ എല്ലാവിധ വിഷസും നേരുന്നു. വിഷിംഗ് ദ വെരി ബെസ്റ്റ് ആൻഡ് എ സക്സസ്ഫുൾ സെലിബ്രേഷൻ. 100 ദിവസം 200 ദിവസം എല്ലാം അടിക്കട്ടെ. സോ സ്റ്റേറ്റസിന്റെ വകയൊന്നും ഓഡിയൻസിന്റെ വകയൊന്നും എല്ലാവരുടെയും നമ്മുടെ വലിയൊരു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടെന്ന് അറിയാം, എന്നാലും വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. നമ്മുടെ സീൻട്രീസസിന്റെ എനർജി ഇവര് മര്യാദക്ക് കണ്ടില്ല എന്നാണ് പറയുന്നത്, ഒരു കംപ്ലീറ്റ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ജാം ചെയ്താലോ അവരുടെ. Are you all ready? Will you guys join us? The technical team, please put a good song for us. Yes, that is the very spirit of SGC. Happy ആയില്ലേ? ഉഷാറായി? പൊളി, അടിപൊളി. അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന്. സോ നമുക്ക് ഇവരെ ഏകദേശം ബൈ പറയാനുള്ള സമയമായി. സോ വൺസ് അഗൈൻ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സിനിമ നാളെ അല്ലെങ്കിൽ കഴിയുന്നത്ര വേഗം നിങ്ങളെല്ലാവരും പോയി സിനിമ കാണുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും പോവാണ്. താങ്ക് യു. നിങ്ങളെല്ലാവരും നല്ലൊരു ചർച്ചയായിരുന്നു. താങ്ക് യു ഓൾ. ബൈ. തീർച്ചയായും ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ ഈ enthusiasm തീർച്ചയായും ഉണ്ടാവും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ടീം പ്രേമലു. ഗിവ് ഇറ്റ് അപ്പ് ഗയ്സ്.